നിനക്കും ഗുണമുണ്ടാവും. എനിക്കെന്ത് ഗുണം? ഇപ്പോ നീ ഈ കമ്പനിയുടെ MD മാത്രമാ. ആ തെളിവുകൾ എന്റെ കയ്യിൽ എത്തിക്കുന്ന നിമിഷം മുതൽ നീ ആയിരിക്കും നമ്മുടെ കമ്പനിയുടെ CEO. അയാൾക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടായിട്ട് എന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞത്. എൻഗേജ്മെന്റ് ക്ഷണിക്കാൻ ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ എനിക്കെന്താ പ്രശ്നം? ഞാനെന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? അയാൾ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കോ ചേട്ടാ. ഓ, വന്നോ രണ്ടാളും? ഞാൻ കരുതി ആ സഞ്ജയുടെ കൂടെ എൻഗേജ്മെന്റിന്റെ ഷോപ്പിങ്ങിന് പോയി കാണുന്നു. ചേച്ചി വേണ്ട ദുർഗ, നിങ്ങൾക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? എന്തിനാ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി സഞ്ജയ് ഇങ്ങോട്ട് വിളിക്കുന്നത്? ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്ന അനുസരിക്കുന്ന നിങ്ങൾക്ക് സഞ്ജയുടെ കാര്യം വരുമ്പോ മാത്രം എന്താ ഈ മാറ്റം? എന്തിനാ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നേ? എന്താ 3 പേരും കൂടി ഒരു ചർച്ച? എന്താ രണ്ടാളും മിണ്ടാത്തെ? നാവ് ഇറങ്ങിപ്പോയോ? ചേച്ചി, അത് സഞ്ജയ് ചേട്ടൻ ഞങ്ങളെ എൻഗേജ്മെന്റ് വിളിക്കാൻ വന്നതൊന്നും അല്ല. ഇത് തരാനാ വന്നത്. അതെ ചേച്ചി, ചേട്ടൻ വെറുതെ ചേച്ചിയെ ദേഷ്യം പിടിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞേ. സഞ്ജയ് പറഞ്ഞത് സത്യമാണെങ്കിൽ തന്നെ അതിൽ എനിക്കെന്താ കുഴപ്പം? ആ, അതൊക്കെ പോട്ടെ. ഈ പെൻഡ്രൈവ് ഏതാ? ഇതിലെന്താ ഉള്ളത്? മേനോനും മിനിസ്റ്ററുമായുള്ള രഹസ്യബന്ധം തെളിയിക്കുന്ന പെൻഡ്രൈവാ ഇത്. മിനിസ്റ്ററോ? ആദ്യം ഇത് കേട്ടപ്പോ ഞങ്ങൾക്കിത് ഞെട്ടലാ തോന്നിയത്. എല്ലാത്തിന്റെ വ്യക്തമായ തെളിവ് ഇതിലുണ്ടെന്നാ സഞ്ജയ് ചേട്ടൻ പറഞ്ഞത്. അതെ, ഇത് ചേച്ചിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞാ ഞങ്ങളെ ഏൽപ്പിച്ചത്. എന്റെ കൈ തരാനോ? അതെന്താ? സഞ്ജയ് വർക്ക് ചെയ്യുന്നത് താരയ്ക്കൊപ്പം അല്ലേ? പിന്നെ എന്തിനാ ഇത് എന്നെ ഏൽപ്പിക്കുന്നത്? ഇത് തന്നെ ഞങ്ങളും ചേട്ടനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് താരയ്ക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യാനുള്ള കഴിവില്ല, അതൊക്കെ ചേച്ചിക്ക് അറിയൂന്ന്. അതുമാത്രമല്ല, ചേച്ചിയാണ് ഈ ലോകത്ത് ചേട്ടൻ ഏറ്റവും വിശ്വാസമെന്നും പറഞ്ഞു. ചേച്ചി ചേച്ചി ഇത് വാങ്ങും. സഞ്ജയ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. താരയുടെ കയ്യിൽ നിന്നും ശമ്പളം വാങ്ങിയിട്ട് ഇത്രയും വലിയൊരു വാർത്ത കൊണ്ടുവന്ന് പൂർണിമയ്ക്ക് കൊടുക്കുന്നത് എത്ര വലിയ ചതിയാണ്. എന്തായാലും ഈ കാര്യം താര അറിയിച്ചേ പറ്റൂ. സഞ്ജയ് പെൻഡ്രൈവ് കൊണ്ടുവന്ന് കൊടുത്തത് ഞാൻ താരയെ അറിയിച്ചിട്ട് എനിക്കെന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. അതേസമയം പൂർണിമയുടെ കയ്യിൽ തെളിവ് കിട്ടിയിട്ടുണ്ടെന്നും വാർത്ത ഇതാണെന്നും അറിയിച്ചാൽ അതെനിക്ക് പ്രയോജനം ചെയ്യും. അതെന്റെ ക്രെഡിറ്റിൽ വരും. ഹലോ, പറ അഷിത. ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാ ഇപ്പൊ വിളിച്ചേ. എന്താ അഷിത? കാര്യം പറ. ആ മേനോനും മന്ത്രിയും തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും ആ പൂർണിമയുടെ കയ്യിലുണ്ട്. അതെങ്ങനെ അവൾക്ക് കിട്ടി? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ പൂർണിമയുടെ കയ്യിൽ മിനിസ്റ്റർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഉണ്ടെന്നുള്ളത് സത്യമാണ്. ആ ന്യൂസ് ഇന്ദ്ര ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്താൽ പൂർണിമയുടെ റേഞ്ച് മാറും. അതോടെ അവളുടെ അഹങ്കാരം കൂടും. അതുകൊണ്ട് ആ ന്യൂസ് ഒരിക്കലും ചാനലിൽ വരാൻ പാടില്ല. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മേഡമാണ്. അതിനൊരു വഴിയേ ഉള്ളൂ. പൂർണിമയുടെ കയ്യിലുള്ള തെളിവുകൾ നീ എനിക്ക് എത്തിച്ചു തരണം. ഞാനോ? അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ ഇതൊന്നും വെറുതെ ചെയ്യണ്ട. ആ തെളിവുകൾ എന്റെ കയ്യിലെത്തിയാ നിനക്കും ഗുണമുണ്ടാവും.
എനിക്കെന്ത് ഗുണം? ഇപ്പോ നീ ഈ കമ്പനിയുടെ MD മാത്രമാ. ആ തെളിവുകൾ എന്റെ കയ്യിൽ എത്തിക്കുന്ന നിമിഷം മുതൽ നീ ആയിരിക്കും നമ്മുടെ കമ്പനിയുടെ CEO. സിഇഒയോ? ഞാനോ? അറിയാലോ, ഈ താര വെറും വാക്ക് പറയില്ല. ഞാൻ പറഞ്ഞ വാക്ക് നീ പാലിച്ചാൽ നിന്നോട് പറഞ്ഞ കാര്യം ഞാനും പാലിക്കും. ശരി, സമ്മതിച്ചു. ഹും. ആ പ്രൂഫ് ഞാൻ എടുത്തു തരാം. മിടുക്കി. എങ്കിൽ വൈകണ്ട, കാര്യം നടത്തിയിട്ട് എന്നെ വിളിക്ക്. ശരി. ഹലോ. പൃഥ്വി, നിന്റെ ചേച്ചിയുടെ കയ്യില് ഞാനും മിനിസ്റ്ററുമായിട്ടുള്ള ചില ഡീലുകളെ സംബന്ധിച്ച് ഒരു പെൻഡ്രൈവ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇയാളിതെങ്ങനെ അറിഞ്ഞു? ഞാനത് എങ്ങനെ അറിഞ്ഞു എന്നാണോ നീ ചിന്തിക്കുന്നേ? അല്ല, ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു പെൺഡ്രൈവ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അറിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തന്നെ ഞാൻ വിളിച്ച് പറയില്ലേ? നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നീ അറിയാത്തത് നിന്റെ കഴിവുകേട് മാത്രമാണ് പൃഥ്വി. അതെന്തെങ്കിലും ആവട്ടെ, നിന്റെ ചേച്ചിയുടെ കയ്യിലെ ആ പെൻഡ്രൈവ് എനിക്ക് വേണം. എത്രയും പെട്ടെന്ന് നീ അതെടുത്ത് എനിക്ക് തരണം. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാനത് എങ്ങനെ എടുക്കാനാ? അതൊന്നും എനിക്കറിയണ്ട, നീ അതെനിക്ക് എടുത്ത് തന്നേ പറ്റൂ. ആ വിഗ്രഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതുണ്ടല്ലോ, അതിനെ ഉണ്ടാവരുത്. ഈ തെളിവുകൾ പുറത്തു വന്ന് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മനസ്സിലായോ നിനക്ക്? ശരി, ഞാൻ ട്രൈ ചെയ്യാം. പോരാ, എനിക്കത് കിട്ടിയേ പറ്റൂ. വെറുതെ എന്നെ കൊണ്ട് കടുങ്കൈ ചെയ്യിച്ച് എന്നെ ഒരു കൊടും വില്ലനാക്കരുത്. വേണ്ട, ഞാൻ എടുത്തോളാം. ഗുഡ് ബോയ്. അങ്ങനെ വഴിക്ക് വാ. നീ ആ പെൻഡ്രൈവ് എടുത്തിട്ട് എന്നെ വിളിച്ചാ മതി. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാനത് എങ്ങനെ എടുക്കാനാ? ഓ എന്റെ ദൈവമേ, എന്റെ പൊന്നു ഗിരിജെ, ഈ ത്രിസന്ധ്യക്ക് ഫോണും നോക്കി നിൽക്കാതെ നിനക്ക് വല്ല സന്ധ്യാനാമം ചൊല്ലിക്കൂടെ? നാത്തും വിളിച്ച് ഫോൺ കട്ട് ചെയ്തേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഫോൺ നോക്കി ഇരുന്നതൊന്നും അല്ല. എന്താ വിശേഷം? അഷി ജോലിക്ക് പോയി തുടങ്ങിയ കാര്യം പറയുമായിരുന്നു.